ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസ്റ്റ് ഡിഗ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ 4th എപ്പിസോഡുമായിട്ടാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് ഇവർ 3 പേരും കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നതാണ്. താര കുടിക്കുന്നില്ല, പക്ഷേ ജഗത്തും സീനും കുടിക്കുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട് എനിക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് താര വാഷ്റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് ജഗത്ത് സെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഗേൾ ഫ്രണ്ട് നല്ല ക്യൂട്ടാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് പിന്നെ അല്ലാതെ അതുകൊണ്ടല്ലേ അവളെ ഞാൻ ഗേൾ ഫ്രണ്ട് ആക്കിയതെന്നുള്ളത്. അപ്പോൾ സെയിനോട് ജഗത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു കുട്ടീനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഈ എങ്ങനെയാണ് പോയെന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് അത് ശരി, അത് എൻ്റെ തെറ്റായിരുന്നു, നിന്നെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ ഈ ചുറ്റുപാടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടത് ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജഗത്ത് പറയുന്നുണ്ട് ശരി, നീ എന്നെ ചീത്ത പറയണ്ട, ഞാൻ അവളൊന്ന് ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവൾ നിൻ്റെ ഗേൾ ഫ്രണ്ടാണെന്നുള്ളത്, അവൾ ഓൾറെഡി പറഞ്ഞതാണ് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ളത് എന്നൊക്കെ അങ്ങനെ ജഗത്ത് പറയുന്നുണ്ട്. ജഗത്ത് സംഭവം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് താരേനെയാണ്. താര വാഷ്റൂമിൽ പോയിട്ട് ഇങ്ങനെ നോക്കുവാണ്, പോയാലോ അല്ലെങ്കിൽ വേണ്ട, ഇത്രയും നേരം നിന്നില്ലേ, ഇനി കുറച്ച് നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ പോകാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾ വാഷ്റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന ഒരാൾ കരയുന്നത്. സോ അവൾ ചെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ആ വാഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞിരുന്നത് നമ്മുടെ സാം ആയിരുന്നു. നമ്മളെ സ്പൈ വർക്കിന് വന്ന 2 ചേട്ടന്മാരാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും നിന്ന് നോക്കുന്നുണ്ട്, നമ്മുടെ നിതിനും കൗശിയും കൂടിയിട്ട്. ആ സമയത്ത് അവർ തമ്മിലിങ്ങനെ ഐ കോണ്ടാക്ട് വരുന്നുണ്ട്. ആ സമയത്ത് നിതിൻ എന്തോ മാതിരി തോന്നിയിട്ട് നിതിൻ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെയിനും ജഗത്തും കൂടി സംസാരിക്കുന്ന സമയത്ത് സെയിനോട് ജഗത്ത് ചോദിക്കുന്നുണ്ട് അവളെ നീ ഇട്ടിട്ട് പോയാൽ അവൾക്ക് വിഷമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് താരയ്ക്ക് അങ്ങനെയൊന്നുമില്ല, താര എന്ന് പറയുന്നത് ജസ്റ്റ് പഠിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണെന്നൊക്കെ സെയിൻ ജഗത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ജഗത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല, പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് കൗശിനെയാണ് കാണുന്നത്. കൗശി ഗൗതമിനോട് പറയാതെയാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഗൗതം വിളിക്കുമ്പോൾ കൗശി ആകെ പെട്ടു പോകുന്നുണ്ട്. കൗശിനോട് ഗൗതം ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ്, എന്താ ചെയ്യണേ, എന്നോട് എന്തിനിങ്ങനെ കള്ളം പറയുന്നത്, നീ ഒരു പാർട്ടിയിലാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരവിടെ കിടന്ന് ഉരുണ്ട് പറയുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താര ആണെങ്കിൽ ഒരു കോള് വന്നു എന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ താര അവിടെ ചെന്നിട്ട് നമ്മുടെ ഷാലു ആൻറ്റീനെ വിളിക്കുകയാണ്. ആ സമയത്ത് ആൻറ്റി ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, നീ സേഫ് ആണോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ജഗത്ത് വീണ്ടും കയറി വന്നിട്ട് താരയുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നിന്നോട് ഫ്ലേർട്ട് ചെയ്ത് സംസാരിച്ചതിന് സോറി, ഞാൻ അവൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ ഒരു ഫ്രണ്ടായിട്ട് എന്നെ കൺസിഡർ ചെയ്യണം എന്ന് ജഗത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട് ശരി ഞാൻ കൺസിഡർ ചെയ്യാം, നീ ശരിക്കൊരു ഇറിറ്റേറ്റിംഗ് ആണ്, പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സമയത്ത് ജഗത്ത് പറയുന്നുണ്ട് സെയിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ മതി, എനിക്ക് കള്ളം പറയുന്നവരെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജഗത്ത് താരനെ കെട്ടിപ്പിടിക്കാൻ വരുന്നുണ്ട്. താരയ്ക്ക് അത് അത്ര പിടിക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് കണ്ടു നിൽക്കുന്ന നിതിനും കൗശിക്കും അത്ര പിടിക്കുന്നില്ല. നിതിൻ നല്ല രീതിയിൽ കൗശിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടായി വർത്തമാനം പറയുമ്പോൾ കൗശി ചോദിക്കുന്നുണ്ട് നീ എന്തത്ര ചൂടാവണേ, നിനക്ക് അവൾ ഇത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, നീ ആണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. കൗശി പറയുന്നുണ്ട് ഗൗതമിന് ഞാൻ അവനെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നിതിൻ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ കൗശി പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് സെയിൻ്റെ അടുത്തേക്ക് നമ്മുടെ താര വരികയാണ്. താര വരുന്ന സമയത്ത് തന്നെ സെയിൻ ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നുള്ളത്. സമയത്ത് താര പറയുന്നുണ്ട് ഷാലു ആൻറ്റീനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് ആരാ ഈ ഷാലു ആൻറ്റി, നിൻ്റെ ആരാണ് അതെന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട് കൊച്ചിലെ തൊട്ട് നോക്കിയിരുന്നത് ആൻറ്റിയാണ്, എനിക്ക് എൻ്റെ അമ്മേനെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. സെയിൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ അമ്മ ആൻറ്റി അങ്ങനെയുള്ള ബന്ധത്തോടൊന്നും താല്പര്യമില്ല, എനിക്ക് അങ്ങനത്തെയുള്ള കൺസെപ്റ്റൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ താരയ്ക്ക് അത്യാവശ്യം ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്താണ് റിവർ വരുന്നത്, നമ്മുടെ സെയിൻ്റെ 2ാമത്തെ ഫ്രണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് താരനെ കണ്ട് ആകെ ഞെട്ടുന്നുണ്ട്. താര നീ എന്തീ കോലം, നിന്നെ ഞാൻ ഇങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ റിവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 2 പിള്ളേരാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണ് അവരെ വാച്ച് ചെയ്യുന്നത്. ഏതൊക്കെയോ പാത്രം അടുക്കളയുടെ മുകളിൽ കയറ്റിയിട്ടിട്ട് അതിലൊരു ഹോളി കോഡൊക്കെയാണ് ഇവരെന്താ ചെയ്യണതെന്ന് നോക്കുന്നത്. വളരെയധികം ക്യൂരിയോസിറ്റിയാണ് 2എണ്ണത്തിനും. 2 പേരും കൂടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതൊക്കെ. റിവർ ആണെങ്കിൽ ഇങ്ങനെ താരനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ്, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. താരയ്ക്കും അതേ താര ഇങ്ങനെ പറയുന്നുണ്ട് നീ ഭയങ്കര ഫണ്ണി ആണല്ലോ എന്നൊക്കെ സംസാരിച്ചിരിക്കുവാണ്. ആ സമയത്താണ് ജഗത്ത് കയറി വരുന്നത്. ജഗത്തിന് ഇപ്പോഴും താരേൻ്റെ അടുത്തൊരു വായ്നോട്ടം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിതിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല ജഗത്ത് ഇവളെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നത് കണ്ടിട്ട്. സെയിനൊന്നും ചെയ്യുന്നില്ല എന്ന് നിതിന് ഇടയ്ക്കിടയ്ക്ക് കൗശിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ 2 പേരും കൂടെ നല്ല രീതിയിൽ ആസ്വദിച്ച് നിന്ന് കാണുവാണ് അവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. ആ സമയത്താണ് നമ്മൾ സാമിൻ്റെ എൻട്രി. സാം നേരെ കിച്ചണിലേക്ക് കയറി വന്നിട്ട് ആകെ
ബോധമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കൂടിയതാണല്ലേ, നിങ്ങളെ ഞാൻ പുറത്തേക്ക് ഇടട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ആൾക്ക് ഒരു ബോധവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കയ്യിലിരിക്കണ കുപ്പി കൊണ്ടും വർത്താനം കൊണ്ടും മനസ്സിലാക്കാൻ പറ്റും. നിതിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല, അതാണ് സത്യാവസ്ഥ. പറയുന്നുണ്ട് ഇവൾക്ക് നമ്മളെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് സാം പറയുന്നുണ്ട്, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് നിതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കൗശി പറയാണ് ഇവൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത്. സാം പറഞ്ഞാണ് ആരോ പറഞ്ഞു വെച്ചതുപോലെ പറയുവാണ്, ഭയങ്കര സാഹിത്യമൊക്കെ ഇങ്ങനെ അടിച്ച് വിളമ്പുണ്ട്, ഒരാൾ പോയാൽ മറ്റൊരാൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിതിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് സാം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെന്നെ ഇഷ്ടപ്പെട്ട എന്നുള്ളതൊക്കെ. അവളുടെ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയി ഇങ്ങനെ സീൻ്റെ കഥയും അതേപോലെ തന്നെ താരയുടെ കഥയൊക്കെ ഇവരോട് ഈ ഒരു സാം പറയുന്നുണ്ട്. അങ്ങനെ ഇവർക്കാണെങ്കിൽ മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് പാടില്ലായിരുന്നു. സാം ആണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കൊക്കെ കാണിച്ചിട്ട് ഈ ലിപ്സ്റ്റിക്ക് സെയിനാണ്, തുണി കാണിച്ചിട്ട് ഈ തുണിയാണ് താര, ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റെയിൻ ആ തുണിയിലായി കഴിഞ്ഞാൽ ആകെ വൃത്തികേടാവും, അതുപോലെയാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കറയായി ടവലിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ഉപമകൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. വെള്ളമടിച്ച് ഒരു ബോധമില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് നിതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ എൻ്റെ ബോയ് ഫ്രണ്ട് ആയ കുഴപ്പമെന്ന് ചോദിക്കുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട്, വേറെ ആരോ വരച്ച കറക്കി ഞാൻ എന്തിനാണ് ബലിയാടാവുന്നതെന്നുള്ളത്. സാം പറയുന്നുണ്ട്, ആ ശരി, ആൺപിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാണ്, എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നേരെ നമ്മുടെ സാം വന്നിട്ട് താഴെ വീഴുകയാണ്, ബോധമൊക്കെ പോയി. അങ്ങനെ സാം എന്തായാലും ഓഫായിട്ടുണ്ട്. ആ സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട് ഇവളെ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് പോവാമെന്ന് നിതിൻ പറയുന്നുണ്ട്. ആ സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിതിൻ പറയുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് നീ ഇവളെ എന്ത് ചെയ്യാൻ പോവാ, നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാ, എന്നാൽ വാ അങ്ങോട്ടെന്ന് പറഞ്ഞ് കൗശിൻ്റെ കയ്യും വലിച്ച് നിതിൻ പോകുന്നുണ്ട്. എന്തായാലും സാമിൻ്റെ വരവോട് കൂടിയിട്ട് കൗശിയും നിതിനും വീടെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ പാർട്ടികളിലും അല്ലെങ്കിൽ എല്ലാ ഡ്രാമകളിലും കാണുന്ന പോലെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജഗത്തിന് ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ജഗത്തിന് ഉത്തരം പറയാൻ പറ്റാതായപ്പോൾ അവൻ ഡ്രിങ്ക്സ് കുടിക്കുന്ന സമയത്ത് നമ്മളുടെ താര ചോദിക്കുന്നുണ്ട്, ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് റിവർ പറയുന്നുണ്ട്, ആ ഉത്തരം പറയാനോ ചെയ്യാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ താരയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും താരനോട് ഡാൻസ് കളിക്കാൻ പറയുകയാണ്. ആ സമയത്ത് താര പറയുന്നുണ്ട്, പറ്റില്ല എന്നെക്കൊണ്ട് ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജെയിൻ വന്നിട്ട് താരേനെയും കൊണ്ട് ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. അവരവിടെ കപ്പിൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് വളരെ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീനാണ്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സെയിൻ പറയുന്നുണ്ട്, മതി ഇത്ര മതി, ഇനി എനിക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട് ആവാനുള്ള ടൈമാണ്, ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കണു, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, ഇത്ര മതി, താങ്ക് യു ഫോർ യുവർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് സെയിൻ താരേനെയും വിളിച്ച് നേരെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ താരയും സെയിനും കൂടി കാറിൽ കയറി അവളുടെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് താര ചോദിക്കുന്നുണ്ട്, നീ എന്നോട് സോറി പറയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സെയിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ്, ഷാലോമേനെ കുറിച്ച് പറഞ്ഞതിനാണ് നീ എന്നോട് സോറി പറയണ്ടേ. അപ്പോൾ സെയിൻ പറയുന്നുണ്ട്, ഞാൻ ഷാലോമേനെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് താര ചോദിക്കുമ്പോൾ അത് നിനക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്, എനിവേ ഞാൻ അങ്ങനെ പറഞ്ഞത് നിനക്ക് താല്പര്യമായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഷാലോമേനെ പോലെയാണ് പറഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് സെയിൻ പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി എന്നുള്ളത് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട്, കുഴപ്പമില്ലായിരുന്നു, ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൻ ചോദിക്കുന്നുണ്ട്, ജഗൻ നിന്നോട് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട്, അതെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞിരുന്നു, എന്നാലും നീ പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ താര പറയുന്നു, നീ ഭയങ്കര ജലസി ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശരി എന്നാൽ നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് സെയിൻ ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ സെയിൻ താരനെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പൊക്കോണ്ട് നീ പൊക്കോളൂ എന്ന് പറയുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, ഞാനും വരാം, കാരണം ഷാലുമിക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല എന്നുള്ളത് ആ മുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ സ്റ്റെയർ വരെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. ആ സമയത്ത് സെയിൻ്റെ മുഖം കണ്ടിട്ട് താര ചോദിക്കുന്നുണ്ട്, നീ എന്താ ജഗത്തുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, നീ ഇന്ന് നല്ല ഡിഫറെൻ്റ് ആയിരുന്നു, എനിക്ക് ശരിയായിട്ടൊന്നും പറയാൻ അറിയില്ല, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനൊരു ഫീലിംഗ് അനുഭവിച്ചിട്ടില്ല, സോ എനിക്ക് ആരും നിന്നെ നോക്കുന്നതോ അല്ലെങ്കിൽ നിന്നെ ഫ്ലേർട്ട് ചെയ്യുന്നതോ നിന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തത്, അങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ഞാനില്ല ഇവിടെ, പിന്നെ എന്തിനാണ് വേറൊരാളുടെ ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട്, അവർ നിൻ്റെ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജെയിൻ പറയുന്നുണ്ട്, അതേ ഫ്രണ്ട്സാണ്, അത് തന്നെയാണ് പ്രശ്നം, എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ നിൻ്റെ കാര്യത്തിൽ ജലസായതായിരിക്കാം, എനിക്ക് അറിയില്ല, താരയെ ഞാൻ ഫീൽ ചെയ്യുന്നത് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് എന്ന് ജെയിൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നീ ഓക്കെ ആണോ, അതേപോലെ തന്നെ നീ സേഫ് ആണോ എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ടെൻഷൻ എന്നുള്ളതും ജെയിൻ പറയുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട്, നീ ഇതിപ്പോൾ കുടിച്ചിട്ട് പറയുന്നതല്ലേ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് വല്ലതും നിനക്ക് ഓർമ്മയുണ്ടാവുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജെയിൻ പറയുന്നുണ്ട്, അറിയില്ല ഓർമ്മയുണ്ടാവുമോ ഇല്ലെന്നൊന്നും, എന്തായാലും പറയേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
താരയും സെയിനും വേണ്ടി കുറച്ചിങ്ങനെ ക്ലോസ് ആവുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട് പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ താര പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ സെയിൻ താങ്ക് യു, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് താരേൻ്റെ അടുത്തുനിന്ന് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സോ ആ സമയത്ത് താരയും ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ സെയിൻ പോകുന്ന വഴിക്ക് സെയിൻ്റെ മനസ്സിലാണെങ്കിൽ നിറച്ച് ഒരു പ്രത്യേക തരം ഫീലിങ്സ് ആണ്. കാരണം സെയിൻ ഇതുവരെ കുറേ പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് അവന് വന്നിട്ടുള്ളത്. സോ അവന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവൻ കാറിൽ കയറി കാർ ഓടിച്ച് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് താര അവളുടെ മിററിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് നമ്മളിതെല്ലാം കൗശിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പിന്നെ എന്ത് പറ്റി നിനക്ക് ഇതുവരെ ഇല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നതെന്നുള്ളത്. ഈ സമയത്ത് നിതിനെയും കൗശിനെയും കാണിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി കാറിൽ പോവാണ്. ആ സമയത്ത് നിതിൻ കൗശിയുടെ അടുത്ത് അത്യാവശ്യം കെയറിങ് ഒക്കെ കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ബെഡ്ഷീറ്റൊക്കെ നീക്കിയിട്ട് കൊടുത്തിട്ട് അവൾക്ക് ഉറങ്ങാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊന്നും നമുക്കറിയില്ല, വരുന്ന എപ്പിസോഡുകളിൽ കാണാം. സോ അങ്ങനെ പോകുന്ന സമയത്ത് സെയിൻ്റെ വണ്ടിയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ആവുന്നത് നമുക്ക് കാണുന്നുണ്ട്. സെയിൻ്റെ മനസ്സിലാണെങ്കിൽ താരനും ബാക്കിയുള്ളൊരു ഫ്ലേർട്ട് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് അവൻ്റെ മനസ്സിൽ ഫുൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ്റെ വണ്ടി നേരെ ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഓൾസോ നിങ്ങളിടുന്ന ഓരോ കമൻറ്റ്സും ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് 2 എപ്പിസോഡ് എയർ ചെയ്തപ്പോഴേക്കും എനിക്ക് കുറച്ച് 2-3 കമൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. സോ മാക്സിമം വേഗത്തിൽ, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ ഇടാനായിട്ട്. ഞാൻ മാക്സിമം വേഗത്തിൽ തന്നെ എപ്പിസോഡ് ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഡെയിലി 2 എപ്പിസോഡ് വെച്ചിടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും വരെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേർപ്പിൾ ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുമോ, നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഒരു പേർപ്പിൾ ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഓക്കെ.